ചണ്ഡീഗഡിലെത്തി രണ്ടാം ദിവസമാണ് ഞാൻ അറിഞ്ഞത് രാജ്യത്തെ പ്രമുഖ സ്പോർട്സ് ഐറ്റംസ് നിർമ്മാതാക്കളും ഡീലറുമായ യുണൈറ്റഡ് സ്പോർട്സിൻ്റെ ആസ്ഥാനം ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും കഷ്ടിച്ച് 6 കിലോമീറ്റർ മാത്രം അകലെയാണെന്ന്. എന്തായാലും അവിടെ വരെ ഒന്ന് പോകാനും പറ്റുമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാനും ഞാൻ തീരുമാനിച്ചു. ഹോട്ടൽ റിസപ്ഷനിൽ നിന്നും യുണൈറ്റഡ് സ്പോർട്സിൻ്റെ നമ്പർ വാങ്ങി വെറുതെ ഡയൽ ചെയ്തു. യുണൈറ്റഡ് സ്പോർട്സിൻ്റെ ഉടമ ശ്രീ മുനീത് വർമ്മ തന്നെയാണ് കോൾ എടുത്തത്. കേരളത്തിൽ നിന്നുള്ള ഒരു ചെറിയ വ്ളോഗറാണെന്നും കടയും ഫാക്ടറിയും ഒന്ന് കാണാനും അനുവദിക്കുമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു. യു ആർ ഓൾവേസ് വെൽക്കം എന്നായിരുന്നു മുനീത്തിൻ്റെ മറുപടി. സുഹൃത്ത് സുധീഷ് ഏർപ്പാടാക്കിയ കാറും അതിൻ്റെ സാരഥി ജലന്ധർ സ്വദേശി കുൽവീന്ദർ സിംഗും ഒരു ഫോൺ കോളിനപ്പുറമുണ്ട്. അപ്പോൾ തന്നെ കുൽവീന്ദർ സിംഗിനെ വിളിച്ചു. പുള്ളി വന്നു. നേരെ യുണൈറ്റഡ് സ്പോർട്സിൻ്റെ ഷോപ്പിലേക്ക്. ചണ്ഡീഗഡ് സെക്ടർ 22-ലാണ് ഷോപ്പ്. ഉടമ മുനീത് കൗണ്ടറിലുണ്ട്. ചുറ്റും സ്കൂൾ കോളേജ് കുട്ടികളുടെ തിരക്കും. ഉച്ചസമയമായതുകൊണ്ട് തന്നെ മുനീത് എനിക്ക് ഭക്ഷണം ഓഫർ ചെയ്തു. പഞ്ചാബി താലി കഴിച്ചിട്ട് 5 മിനിറ്റ് പോലും ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ക്ഷണം സ്നേഹപൂർവ്വം നിരസിച്ചു. ജ്യൂസ് എങ്കിലും കഴിക്കുക എന്നായി. എനിക്ക് അതും ഇറങ്ങുന്ന അവസ്ഥയിലായിരുന്നില്ല. പിന്നീടൊരിക്കലാകാം എന്നൊരു ഭംഗിവാക്ക് പറഞ്ഞ് ഞാൻ ഒഴിവായി. ഇതിനിടെ സെയിൽസ് സ്റ്റാഫ് അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഷട്ടിൽ ബാറ്റും ബോക്സിംഗ് ഗ്ലൗസും ഹോക്കി സ്റ്റിക്കും ക്രിക്കറ്റ് ബാറ്റും ഉൾപ്പെടെയുള്ള സ്പോർട്സ് ഐറ്റംസ് എടുത്ത് നിരത്തിവെച്ചു. ഇതൊക്കെ എവിടെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ 27 കിലോമീറ്റർ അകലെയുള്ള ഫാക്ടറിയിലാണെന്ന് പറഞ്ഞു. ഇവിടെ അടുത്തുള്ള ഫാക്ടറിയിൽ ക്യാരം ബോർഡും ട്രോഫികളുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞതോടെ എങ്കിൽ അവിടേക്ക് പോകാം എന്ന് സാരഥി കുൽവീന്ദർ സിംഗിനോട് ഞാൻ പറഞ്ഞു. പുള്ളി തന്നെ അവരോട് ഫാക്ടറിയുടെ ലൊക്കേഷനൊക്കെ ചോദിച്ചറിഞ്ഞു. നേരെ അങ്ങോട്ട്. അവിടെയും താഴത്തെ നിലയിൽ ക്യാരം ബോർഡുകളുടെയും ട്രോഫികളുടെയും ഒക്കെ അത്യാവശ്യം വലിപ്പമുള്ള ഷോറൂമാണ്. 1-ാം നിലയിൽ ഇരുമ്പ് പണിക്കാരൻ്റെ ആല പോലെയുള്ള ഒരു ഇടുങ്ങിയ വർക്ക്ഷോപ്പ്. അവിടെ ഒരാൾ ഇരുമ്പ് അടിച്ചു പരത്തുന്നുണ്ട്. ട്രോഫി ഉണ്ടാക്കുന്ന ജോലിക്കാരനാണ്. മുനീത് വർമ്മ ഫോണിൽ വിളിച്ച് നിർദ്ദേശിച്ചതനുസരിച്ച് ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് വഴികാട്ടിയായി ഉണ്ടായിരുന്നു. അയാൾ ഞങ്ങളെയും കൊണ്ട് 2-ാം നിലയിലേക്ക് കയറി. അവിടെ തടിപ്പണിയാണ് നടക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. തടി മുറിക്കുകയും പ്ലെയിൻ ചെയ്യുകയുമൊക്കെ ചെയ്യുന്ന ഉപകരണങ്ങളും ഒരുപാട് പട്ടികകളും പലകകളുമൊക്കെ അവിടെയുണ്ട്. ഞങ്ങളുടെ ശബ്ദം കേട്ട് ഒരു ഭായി വന്നു. രാജേന്ദ്രകുമാർ ഈ സെക്ഷനിലെ പ്രധാന ജോലിക്കാരനാണ്. 3 മണിക്കൂർ എടുക്കും. ക്യാരം ബോർഡ് ഉണ്ടാക്കുന്നത് കാണാനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോഴേ ഭായി പറഞ്ഞു. സാരമില്ല, കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭായി ഉത്സാഹവാനായി. പണി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായി. നമ്മളൊക്കെ കളിക്കുന്ന ആ ക്യാരം ബോർഡ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഇനി.